But what's interesting is, he's come to Kerala and he hasn't mentioned God, temple or religion. പക്ഷെ ഇതിലെ താല്പര്യം ഉളവാക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ദൈവത്തെക്കുറിച്ചോ അമ്പലത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ല. The biggest crime has been committed against the Sabrimala temple, against Ayyappaji. ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പ ലോഡ് ധർമ്മശാസ്താവിനെതിരെ ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ട്. CPM leaders have stolen gold from the temple and replaced it with brass. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്നെടുത്തിട്ട് CPMന്റെ നേതാക്കൾ അവിടെ ചെമ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. And the Prime Minister has nothing to say about this? എന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. Not one word? ഒരു വാക്കുപോലും. Normally he would be giving long speeches about this, but in Kerala not one word. സാധാരണയാണെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വലിയ വലിയ നീളമുള്ള പ്രസംഗങ്ങൾ നടത്തും, പക്ഷെ കേരളത്തിൽ ഒരു വാക്കുപോലും പറഞ്ഞില്ല. Because he wants the LDF to win. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് വേണ്ടത് LDF ജയിക്കുക എന്നതാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടത്. Because he knows LDF can never be a threat to the BJP. കാരണം പ്രധാനമന്ത്രിക്ക് അറിയാം, LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും BJPക്കെതിരെ ഒരു ഭീഷണിയാവാനാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. UDF and the Congress party are the real threat to the BJP and the RSS.